അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഉച്ചഭക്ഷണ വിശേഷമാണ്. ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് അമ്മയ്ക്ക് പിന്നെ എന്താ വെച്ചാൽ സാധാരണ ചോറ് തന്നെയാണ്. ഞാൻ ഹോട്ടലിൽ നിന്ന് വെജിറ്റബിൾ ബിരിയാണി അത് പാർസൽ വാങ്ങുന്നുണ്ട്. അതാണ് എനിക്ക്. അമ്മ പിന്നെ അങ്ങനെ ബിരിയാണി, നെയ്ച്ചോറ് അതുപോലെ ആ ചോറുകളൊന്നും കഴിക്കില്ല. സാധാരണ ചോറേ പറ്റുള്ളൂ അമ്മയ്ക്ക്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുകയായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്ന് 1/2 കിലോ ചിക്കൻ, പിന്നെ ബാക്കി അതിലേക്കുള്ള ചേരുവകൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് കിഴങ്ങെടുത്ത് തോലൊക്കെ ചെത്തട്ടെ. ഇന്നിപ്പോൾ നമുക്ക് ഏതായാലും ചിക്കൻ കറിയാണ്, കുറച്ച് വറ്റിച്ചിട്ട് തന്നെയാണ് വയ്ക്കുന്നത്. പിന്നെ വലിയ ഉള്ളി, ഒക്കെ കഴുകിയെടുത്തു, തോലൊക്കെ കളഞ്ഞ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നുറുക്കാം. ഇപ്പോൾ പിന്നെ പച്ചമുളക്, തക്കാളി വലുത് 2 എടുക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കിഴങ്ങ് അത് നുറുക്കാം. ഒരു കിഴങ്ങ്, ഒക്കെ നുറുക്കി ഇവിടെ വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ചട്ടിയിൽ വെളിച്ചെണ്ണ വാർന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് വലിയ ഉള്ളിയും പച്ചമുളകും കൂടി വഴറ്റിയെടുക്കാം. ഈ ചട്ടിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ ഇപ്പോൾ തക്കാളി, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി അത് ചേർത്ത് നന്നാക്കി നിന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ ഗരം മസാല, ചിക്കൻ മസാല, കുരുമുളക് പൊടി, ഈ 3 ചേർത്തിട്ട് ഇനി ഇളക്കാം. ഇനി നമുക്ക് കിഴങ്ങ് നുറുക്കിയത് അത് ചേർക്കാം. പിന്നെ അതിലേക്ക് ചിക്കൻ കഷ്ണങ്ങൾ, ഇപ്പോൾ നന്നാക്കി ഒന്ന് ആ മസാലയിലൊക്കെ നന്നാക്കി ഇളക്കി പിടിപ്പിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് എളുപ്പമുണ്ട് ഒന്ന് ഇളക്കി പിടിപ്പിച്ച ശേഷം നമുക്കിത് അടച്ചു വച്ചിട്ട് ഇനി വേവിക്കാം. ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുത്തിരുന്നു. പിന്നെ അടച്ചു വെച്ച് അത് കഴിഞ്ഞതാണ്. ഇപ്പോൾ ശരിക്കും വെന്തിട്ടുണ്ട് നല്ല പോലെ. ഇനി കറിവേപ്പില ഇറക്കാം. അപ്പോൾ അതിവിടെ റെഡിയായി. അപ്പോൾ ചിക്കൻ ഇവിടെ കറി റെഡിയായി. ഇനിയിപ്പോൾ ഒരു 11:45 ആവണം. ഏകദേശം ഒരു 11:45 ആവും ഹോട്ടലിൽ ബിരിയാണി, ചോറ് ഒക്കെ എല്ലാം ആവണമെങ്കിലും പിന്നെ ഉച്ചയ്ക്കുള്ളതല്ലേ. അപ്പോഴേക്ക് കറക്റ്റായിട്ടാണ് പോയിട്ട് അത് വാങ്ങിക്കൊണ്ടിരുന്ന പാർസൽ ഇനി അതേ ഉള്ളൂ. എന്തായാലും വാങ്ങിക്കൊണ്ടിരാൻ ഇനി സമയമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അമ്മേനോട് ഇപ്പോൾ ആ പഴയ എന്തെങ്കിലും 1-2 കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ. പണ്ടൊക്കെ ഇപ്പോൾ അല്ലേ പറഞ്ഞ് ഈ കോഴിയല്ല, നാടൻ കോഴിയാണ് അല്ലേ? പണ്ടൊക്കെ നാടൻ കോഴിയാണ്. നാടൻ കോഴീനെയാണ് അല്ലേ?
അതാണ് കറിക്ക് എടുക്കുക. ആ അതാണ് കറിക്കെടുക്കുക. ഇന്നത്തെ മാതിരി ഒന്നും ഉണ്ടാവില്ല, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. ഒക്കെ പച്ചക്കറിയും മീനൊക്കെയാണ്. വിരുന്നുകാർ വരുമ്പോഴാണ് കല്യാണ സൽക്കാരത്തിനൊക്കെ ഉണ്ടാവുള്ളൂ. ഇടയിൽ എപ്പോഴൊന്നും ഇറച്ചി ഉണ്ടാവില്ല. ഉച്ചഭക്ഷണത്തിനുള്ള അതന്നെ ആ സമയത്തേക്ക് തന്നെ ഉണ്ടാക്കുക അല്ലേ? അല്ലേ? അപ്പഴാ ഉണ്ടാക്കുക. അല്ലാതെ പിന്നെ നമ്മള് പൊറോട്ട ചപ്പാത്തി അങ്ങനെയുള്ളതൊന്നും അന്ന് പതിവില്ല അല്ലേ? അന്നില്ല, ഒക്കെ പടല്ലേ, അന്നതൊന്നുമില്ല. നെയ്ച്ചോറ് ആകെ പിന്നെ അന്ന് ഇല്ലല്ലേ? ഒക്കെ വളരെ ചുരുക്കം ഉണ്ടാക്കും അല്ലേ? നെയ്ച്ചോറൊക്കെ പിന്നെ ഉണ്ടാവും. അല്ലെ എപ്പോഴെങ്കിലും അല്ലേ? എപ്പോഴെങ്കിലും ഉണ്ടാവുള്ളൂ. കച്ചടിയിലാണ് വെക്കുക. പിന്നെ മരത്തെ കുക്കറൊന്നും ആക്കാറ്റില്ല. അന്നൊക്കെ കൊത്തമ്പാലി മുളകൊക്കെ അമ്മീമ്മ അരക്കുക ചെയ്യുക. എപ്പോഴെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് രസമാണ്. എപ്പോഴും ആകുമ്പോൾ രസമില്ലേനു, ദിവസമൊന്നും വയ്യ. മുമ്പ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അന്നത്തെ ഒരു സമയത്ത്. പക്ഷെ വെച്ചാൽ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ഉണ്ടായപ്പോഴേക്കും നമുക്ക് പിന്നെ നമ്മൾ സാധാരണ ഒരു ഉച്ചയ്ക്ക് മാത്രമല്ലല്ലോ, ചിലപ്പോൾ വൈകിട്ട് പിന്നെ വല്ല കപ്പേൻ്റെ ഒപ്പോ അല്ലെങ്കിൽ പുട്ട് അങ്ങനെ ഉണ്ടാക്കുന്നൊരു ഇതുണ്ട്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, ഞങ്ങളൊക്കെ ഒരു കുട്ടികളാകുന്ന ആ ഒരു കാലത്ത് തന്നെ ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഹോട്ടലിൽ നിന്ന് ഇതേപോലെ ചിക്കൻ കറി വീട്ടിലുണ്ടാക്കിയിട്ട് ഹോട്ടലിൽ നിന്ന് പാർസലായിട്ട് പൊറോട്ട, പത്തിരി അങ്ങനെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഓരോ സമയത്ത് ഓരോ മാറ്റങ്ങളാണ്. ഇപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ, ഏത് സമയത്ത് വേണമെങ്കിലും ചിക്കൻ കറി വീട്ടിലുണ്ടാക്കാനാണ് ചിക്കൻ എപ്പോഴും വാങ്ങിക്കാനും കിട്ടുന്നു. പിന്നെ ഏത് കടയിൽ പോയാലും അത് ഹോട്ടലിൽ പോയാലും ചിക്കൻ കറിയൊക്കെ പലതരത്തിലുള്ള ചിക്കൻ കറി എല്ലാം പാർസൽ കൊണ്ടുവരാൻ എളുപ്പമാണ്. ഇന്നിപ്പോൾ ഒക്കെ സൗകര്യങ്ങളെല്ലാം മാറി. അപ്പം ഇനി ഊണ് കഴിക്കേ. അമ്മയ്ക്ക് ഏതായാലും ചോറ് കൊടുക്കാം. അമ്മയ്ക്ക് പിന്നെ ചോറാണ്. പിന്നെ ഇതാ ചിക്കൻ ഇന്നിപ്പോൾ നല്ല വറ്റിച്ചിട്ട് തന്നെയാണ്, തീരെ കറി ഇല്ലാതെയാണ്. പിന്നെ പപ്പടം കാച്ചിയത്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഇന്ന്. പിന്നെ ഇപ്പോൾ സലാഡും അച്ചാറും ഉണ്ട് എൻ്റെ കൂടെ കിട്ടിയത്, ഞാൻ വെജിറ്റബിൾ ബിരിയാണീൻ്റെ കൂടെ ഉള്ളത്. അങ്ങനെയാണ് ഇപ്പം ഇന്ന്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതാ വെജിറ്റബിൾ ബിരിയാണി, സലാഡൊക്കെ പിന്നെ അമ്മയ്ക്കും കുറച്ച് കൊടുത്തു, അതൊക്കെ എടുത്തു. വേറെ ഒരു പാർസലായിരുന്നു അത്, വേറെ കവറിൽ. ഇതിപ്പോൾ ഇനി ബിരിയാണി മാത്രം, വാഴേൻ്റെ ഇലയിലാണ്. ഇത് വെജിറ്റബിൾ ഹോട്ടലിൽ നിന്ന്, അത് വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇതാ അത് നമ്മളെ ചിക്കൻ കറിയും കൂട്ടിയിട്ട് സലാഡുണ്ട്, അച്ചാറുണ്ട്. ഇതിപ്പോൾ 80 രൂപയാണ്. ഒരു പപ്പടമുണ്ട് ഇവിടെ വയ്ക്കാം. അമ്മയ്ക്ക് പിന്നെ നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ്, അതുപോലെ ബിരിയാണി, അല്ല ചോറ് അത് പറ്റില്ല. ഞാൻ അധികം അത് കഴിക്കാനില്ല, ഇഷ്ടമല്ല. അപ്പം ബിരിയാണിയിൽ ഇറച്ചി, അതായത് ചിക്കൻ അത് പറ്റും, ഈ ചോറ് അത് പറ്റില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.